എടി സുധേ, വനജേ, എന്താ പരിപാടി നീ? ഓ, ഞാൻ ചോറുണ്ടിട്ട് ഇപ്പൊ അങ്ങ് ഇരുന്നുള്ളടി. ആഹാ, അത് കൊള്ളാം. നീ ഇപ്പോഴാണോ ചോറുണ്ണണത്? മണി എത്രയായി നോക്ക്, 2:30 കഴിഞ്ഞു. എന്താ ഇത്ര വൈകിയേ? നീ പ്രഷറിന്റെ ഗുളിക കഴിക്കുന്നതല്ലേ? കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ച് ഗുളിക കഴിച്ചില്ലാന്നുണ്ടെ പ്രഷർ താന്നു പോവേ, പറഞ്ഞേക്കാം. ഓ, ഒന്നും പറയണ്ട എന്റെ വനജേ. ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, എന്റെ മരുമോള്. അവളാണിപ്പൊ അടുക്കള ഭരണം മൊത്തം. ഉച്ചക്കത്തേന് രസവും ക്യാബേജ് തോരനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാ മതിയോ? പറഞ്ഞിട്ടെന്താ കാര്യം? വായി വെക്കാൻ കൊള്ളണ്ടേ? അയ്യോ, അതെന്ത് പറ്റി സുധേ? രസത്തിന് ഉപ്പുമില്ല, പുളിയില്ല. ചുമ്മാ കുറച്ച് കുരുമുളക് പൊടി അങ്ങ് കലക്കി വാട്ടവെള്ളം ഉണ്ടാക്കി വെച്ചേക്കുന്നു. അതേപോലെ തന്നെ ക്യാബേജ് വെന്തിട്ടില്ല വനജേ. ഇതും കൂട്ടി ഞാൻ എങ്ങനെ ചോറുണ്ണാനാ? ഇത്രോ നേരം ഞാനത് കഴിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാ ഗുളിക കഴിക്കണല്ലോ എന്ന് ആലോചിച്ചത്. അതുകൊണ്ട് അങ്ങ് കഴിച്ചതാ. ആ, അത് ശരി. നീ കഴിഞ്ഞ ആഴ്ച പഞ്ചുമോൾ ഉണ്ടാക്കിയതാന്നും പറഞ്ഞ് ഒരു അവിയല് കൂട്ടാൻ എനിക്ക് കൊണ്ടു തന്നില്ലായിരുന്നോ? ഞാനത് കഴിച്ചതാണല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്ത് നല്ല കൈപ്പുണ്യായിരുന്നു അതിന്. ആ, അന്നത്തെ കാര്യം നിനക്കറിയോ? ആ അവിയലേ സത്യം പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയതാ. പിന്നെ അവൾക്കൊരു ക്രെഡിറ്റ് ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് കൂടെ അവളും ഉണ്ടായിരുന്നല്ലോ. ഓഹോ, അത് ശരി. അപ്പൊ നിന്റെ മരുമോൾക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല അല്ലേ? അത് കൊള്ളാം. അതൊക്കെ എന്റെ മരുമോള് എന്താ കൈപ്പുണ്യെന്ന് അറിയോ? ആ, നിന്റെ ഭാഗ്യം മനജെ. എനിക്ക് ഒരു ഭാഗ്യവും ഇല്ല വായിക്ക് രുചിയായിട്ട് വല്ലതും ഒക്കെ കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ വെച്ചുണ്ടാക്കണം. എന്ത് ചെയ്യാനാ? എനിക്കാണെങ്കിൽ കാലനക്കാൻ വയ്യ വേദനിച്ചിട്ട്. മുട്ടിനൊക്കെ ഈയിടെയായിട്ട് ഭയങ്കര വേദനയാന്നേ. ദേ, ഞാൻ അഞ്ജുവിന്റെ കയ്യിൽ നിന്ന് ഒരു ചാർജർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ വന്നതാ. എന്റെ ഫോണിന്റെ ചാർജർ അങ്ങ് കംപ്ലൈന്റ് ആയിന്നേ. നീ ഇതങ്ങ് കൊടുത്തേക്ക്. ശരി വനജെ, ഞാൻ കൊടുത്തേക്കാം. എന്നാ ശരി, ഞാനങ്ങ് ചെല്ലട്ടെ, ഒത്തിരി പണിയുണ്ട്. മോളെ അഞ്ജു. എന്താ അമ്മേ? ദേ നിന്റെ ചാർജർ ഇപ്പൊ വനജ കൊണ്ടേ തന്നതാ. ആ, വനജേച്ചി വന്നായിരുന്നോ? ഈ ചാർജർ അങ്ങ് വനജേച്ചിക്ക് കൊടുക്കാൻ മേലായിരുന്നു അമ്മേ. ഞാൻ പുതിയത് വാങ്ങിച്ചു. ഓ, എന്തിനു? മോൾക്ക് വേണ്ടെങ്കിൽ ഇത് അമ്മ ഉപയോഗിച്ചോളാം. നീ എന്തിനാ വല്ലവർക്കും ഒക്കെ ഈ ചാർജർ കൊടുക്കുന്നത്? അവർക്ക് വേണമെങ്കിൽ അവര് കാശ് കൊടുത്ത് മേടിക്കട്ടെ. പിന്നെ വേണ്ടാത്ത ശീലങ്ങളൊന്നും ഓരോരുത്തരെ പഠിപ്പിക്കണ്ട കേട്ടോ. ഞാൻ യൂസ് ചെയ്തോളാം ഇത്. നല്ല ഒന്നാന്തരം ചാർജർ. ഞാൻ പോയേ കുറച്ചും കൂടി ചോറിനട്ടെ. മോളിന്ന് ഉണ്ടാക്കിയ കറികൾക്കൊക്കെ എന്താ ടേസ്റ്റ്. ഉണ്ടിട്ട് അങ്ങ് മതിയാവുന്നില്ലെന്നേ.